ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. കുറേ നാൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അതൊരു ഇരുട്ടിൻ്റെ വെളിച്ചത്തിലാണെന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യും. സമയം ഇപ്പോൾ 4:36 ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ജിമ്മിൽ പോകാൻ വേണ്ടി പോവാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊരു കോലമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം 5 മണിയാകുമ്പം ജിമ്മിൽ പോകണം. എഴുന്നേറ്റതേ ഉള്ളു. ഞാനും റെക്സും ചേട്ടനും കൂടി ജിമ്മിൽ പോകാൻ വേണ്ടി ഇന്ന് പോവാണ്. ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ വ്ലോഗ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പല്ലേക്കാം ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം രാവിലെ എഴുന്നേറ്റു. അങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6-7 months ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടൈം ടേബിൾ തന്നെ ഫുള്ള് ചേഞ്ച് ആയിപ്പോയി. കാരണം എൻ്റെ ഉറക്കം ശരിയല്ല, ഞാൻ എഴുന്നേൽക്കുന്ന ടൈം ശരിയല്ല, ഫുഡ് കഴിക്കുന്നത് ശരിയല്ല. കാരണം എല്ലാം നടക്കുന്നുണ്ട് ഡെയിലി ലൈഫിൽ, പക്ഷേ ഒരു ഓർഡർ ഇല്ലാതെ, അതായത് രാത്രിയിൽ കിടക്കുന്നത് ഒരു 12 മണി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേൽക്കുന്നതും അങ്ങനെ ഒരു ടൈമിൽ. കാരണം ലേറ്റായിട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഞാനത് ബ്രഞ്ചായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൂടെ ആയിട്ട് കഴിക്കുന്നു ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ ഫുഡ് കട്ടായി പോകുന്നു. അങ്ങനെ കുറേ ഡിസോർഡറായിട്ട് കിടന്ന സംഭവങ്ങളൊക്കെ നമ്മളൊരു ഓർഡറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ജൂൺ 1 മുതൽ നമ്മൾ ജിമ്മിൽ പോയി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ വിചാരിച്ച നമുക്കൊരു ഇനിയിപ്പോൾ ഇന്ന് 28 ആയില്ലേ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു 2-3 ദിവസം ട്രയൽ അടിച്ച് നോക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങനെയുണ്ട് ബോഡി, നമ്മൾ എഴുന്നേൽക്കാൻ പറ്റുന്ന അനുസരിച്ചിട്ട് കിടന്നുറങ്ങുന്ന അനുസരിച്ചിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അലാറം 4 മണിക്ക് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് 4:30 ആയപ്പോൾ ഒന്നും കൂടെ അടിച്ചാണ്. അപ്പം ഞാൻ അലാറം ഒക്കെ ഓഫ് ചെയ്തു. അപ്പം 4 മണിയായപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും എഴുന്നേറ്റ്, എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടൊക്കെ അങ്ങനെ 4:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് 5 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ജിമ്മിൽ പോകണമായിരുന്നു. അപ്പം ഇന്ന് മുതൽ നമ്മൾ ജിമ്മിൽ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു 60 days എങ്കിലും എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും നോക്കും. കാരണം എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റിക്സിനേടൻ എന്തായാലും ജിമ്മിൽ പോകുന്ന ഒരാളാണ്. സോ റിക്സിനേടൻ്റെ കാര്യത്തിൽ ടൈമിങ് മാത്രം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി. കാരണം റിക്സിനേടൻ നൈറ്റ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു 9 to 10 ആയിരുന്നു 1 hour റിക്സിനേടൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത് റിക്സിനേടൻ്റെ വർക്കൗട്ടിന് വേണ്ടിയിട്ട്. ഇപ്പം അത് മോർണിംഗ് 4 to 5 to 6 ആക്കി, ഞാനും കൂടെ ഉള്ളത് കൊണ്ട്. അങ്ങനെ അപ്പോൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്രയും ഇരുട്ടാണ് നമ്മുടെ ഇവിടെ. ഇങ്ങനെ സാധാരണ ഞാൻ ഇരുട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വെളുപ്പിനെ എഴുന്നേറ്റ് പുറത്തൊന്നും നോക്കാത്തത് കൊണ്ടായിരിക്കാം. സാധാരണ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എന്തായാലും ഒരു ഉച്ച പോലെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നല്ല ചൂടാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ്. കേരളത്തിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒടുക്കത്തെ മഴയും തണുപ്പുമാണ്. ഇപ്പോഴെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടുത്തെ 3 ഇരട്ടി ചൂടാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജിം ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ജസ്റ്റ് ഒന്ന് ഒരു മോയ്സ്ചറൈസറും ചെറിയൊരു ലിപ് ബാമും ഇട്ടിട്ട് അങ്ങനെ റെഡിയായി. ഞാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കിയപ്പോൾ റിക്സൻ ചേട്ടൻ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്തു വെക്കുക. റിക്സൻ ചേട്ടൻ ഓൾറെഡി നേരത്തെ എഴുന്നേറ്റ്. എല്ലാ കാര്യത്തിനും ഞാനാണ് താമസിച്ച് വരുന്നത്. കാരണം എനിക്ക് കുറച്ച് ടൈം എടുക്കും എല്ലാം ചെയ്തു വരാൻ വേണ്ടിയിട്ട്. റിക്സൻ ചേട്ടൻ പടേന്നെല്ലാം റെഡിയാവും. അങ്ങനെ നമ്മൾ ബാഗ് എടുത്ത്. അപ്പോൾ റിക്സൻ ചേട്ടൻ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നാണെങ്കിലും ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഞാൻ അല്ലെങ്കിൽ തന്നെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. എന്നാലും കഴിക്കുന്നതിൻ്റെ പകുതി ഇപ്പോൾ കുറച്ച്. അപ്പം വിശക്കും, വർക്കൗട്ട് ചെയ്യേണ്ടതല്ലേ, ജിമ്മിൽ പോയി എനർജി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പഴത്തിൻ്റെ ഒരു ഹാഫ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും ഹാഫ് കഴിച്ചു. അത് ഒരുമാതിരി പഴുത്തിരിക്കുന്ന പഴമായിരുന്നു.
അപ്പം എനിക്ക് അത്രയും പഴുത്ത പഴമൊന്നും കഴിക്കുന്ന വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ പോവാണ്. അപ്പം രാവിലെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ ഇവിടത്തേക്ക് ആണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇത്രയും രാവിലെ നേരത്തെ, അല്ലെങ്കിൽ നമ്മൾ എന്തുവാണ് എവിടെയെങ്കിലും ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ട്രാവൽ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇത്രയും രാവിലെ എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ കുറേ പുതിയ ഫ്ലാറ്റിൻ്റെ പണികളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ഫുള്ള് ഫ്രണ്ടിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടേക്കുമായിരുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ റോഡിൽ കൂടെ, നോർത്ത് ഇന്ത്യൻ സൈഡിലെ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. കാരണം രാവിലെ നമ്മുടെ റോഡിൽ ഫുള്ള്, ഇപ്പം എനിക്ക് തോന്നുന്നു ചൂടായതുകൊണ്ടായിരിക്കാം പശുക്കളെ കാണാനില്ലാത്തത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് തണുപ്പ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിലില്ലേ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 10-20 പശു ഇങ്ങനെ നിരന്നിങ്ങനെ കിടന്നുറങ്ങുന്നത് കാണാം. അതുങ്ങളിങ്ങനെ നമ്മൾ ഹോൺ അടിച്ചാൽ പോലും മാറത്തില്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് 2 പശുവിനെ മാത്രമേ കണ്ടുള്ളൂ. ഇതൊരെണ്ണവും പിന്നെ വേറെ ഒരെണ്ണം അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ 2 എണ്ണത്തിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് രാത്രിയിൽ ഉറക്കമില്ല, ഫോൺ ഫുൾ ടൈം നോക്കൽ, അങ്ങനെ എൻ്റെ എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിപ്പോയി. ലൈഫ് സ്റ്റൈൽ തന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒന്നും ശരിയാതെ ഭയങ്കര ഡിസോർഡർ ആയിപ്പോയി. അപ്പോൾ അതിനുശേഷം എൻ്റെ ബോഡിയിലാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഹെൽത്ത് ഭയങ്കര വീക്കായി തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ എല്ലാം ചേഞ്ച് ചെയ്ത് നമുക്കൊരു ഓർഡറിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാം തിരിച്ച്. മീൻസ് എനിക്ക് രാത്രിയിൽ ടൈഗർ ബാം ഇടാതെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം 12 മണി 1 മണി ആയാലും എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഞാൻ ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. കാരണം ക്ഷീണം. നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ജിമ്മിൽ വന്നു. നമ്മൾ വന്നപ്പോഴത്തേക്കൊന്നും തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്ന് അങ്ങനെ ഓപ്പൺ ആക്കി തന്നതാണ്. അപ്പം ജിമ്മിൽ വന്ന് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളല്ലോ. അതുകൊണ്ട് റിക്സൻ ചേട്ടൻ എന്നെ കൊണ്ട് അധികം അങ്ങനെ പണി എടുപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനു മുന്നേ വീട്ടിൽ റിക്സൻ ക്ലാസ്സും കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്നെ റിക്സൻ ചേട്ടൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് ഞാൻ കണ്ടിന്യൂസ് ചെയ്തു. പക്ഷെ അതിന് ശേഷം പിന്നെ ഞാൻ പുറകിലോട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കഴിയില്ല എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് പോകണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവുമല്ലോ. പോകണം, നമ്മൾ പൈസ കൊടുത്താണല്ലോ നമുക്ക് പോയേ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ മുടങ്ങാതെ പോവാനൊരു മൈൻഡ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. എന്താകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു 60 ഡേയ്സ് ഞാൻ എന്തായാലും പോകുമെന്ന് തീരുമാനിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ അപ്പം നമ്മുടെ ചാനലൊക്കെ പൊടിതട്ടി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് 1 മിനിറ്റിൻ്റെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വല്ലപ്പോഴും കൂടി ഇട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊണ്ടിരിക്കണം. പക്ഷെ എനിക്ക് ഫോൺ നോക്കി തലവേദന എടുത്ത് ഫോൺ കുറച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ബെഡ്ഷീറ്റിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പൊതച്ച് വെക്കും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ കൺമുന്നിൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ റീൽസും വീഡിയോസും യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ കയറി കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അത് എനിക്ക് തന്നെയാണ് കൊള്ളാത്തത്. നമുക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പണ്ട് ഞാൻ എപ്പോഴും യൂട്യൂബിന് വേണ്ടിയിട്ട് കണ്ടൻറ്റ് വലുതായിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് പിന്നെയും വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ചാനൽ എന്തായാലും ഒരുവിധം സെറ്റാക്കി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്, നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു നേപ്പാളിൽ. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തില്ല. കാരണം വീഡിയോയും ഫോണുമായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് തോന്നി. കാരണം ഈ ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം പതിയെ എല്ലാം തുടങ്ങാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് റിക്സ് ഞാൻ എന്നെ അധികം പണി എടുപ്പിച്ചില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇടയ്ക്ക് പിച്ചൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. കാരണം ചിലതൊക്കെ തെറ്റി ചെയ്യുമ്പോഴത്തേക്ക് റിക്സ് ചേട്ടൻ നീ ഒരു ട്രെയിനറിൻ്റെ വൈഫാണ്, അതുകൊണ്ട് നീ കറക്റ്റായിട്ട് ചെയ്യണില്ലെങ്കിൽ നാണക്കേട് എനിക്കാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ
ജിമ്മിൽ പോയി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് ഒരാൾ പറഞ്ഞു തരുന്ന രീതിയിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിക്സൻ ചേട്ടൻ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ട്രെയിനറാണ്. അപ്പോൾ റിക്സൻ ചേട്ടൻ്റെ അത്രയും ഒന്നും എനിക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി ഇപ്പം പറ്റത്തില്ല. ചിലപ്പം ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പം എന്തെങ്കിലും എനിക്ക് എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മളെ പുറകെ നിന്ന് മറ്റുള്ളവർ കളിയാക്കും, അയ്യ അവൾ ചെയ്യുന്നത് എന്ത്, ഇവിടെ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ നമ്മളിത് പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടും എടുത്തിട്ടും ഒന്നുമില്ല. നമ്മൾ ഒരാൾ കാണിച്ചു തരുന്ന എന്താണോ അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 1 hour ഒരു 5 മണിക്ക് തുടങ്ങി ഒരു 6 മണി വരെ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ക്ഷീണിച്ചു ചേട്ടാ. ഞാൻ കാർഡിയോ ഒരു 10 minutes ചെയ്തപ്പോൾ തന്നെ എൻ്റെ ബോഡി ഫുള്ള് ഭയങ്കരമായിട്ട് സെറ്റായി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ നല്ല ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 36-38 ഒക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അപ്പം ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ ചെടിയൊക്കെ ഫുള്ള് വെള്ളം ഒഴിച്ച് അതുങ്ങൾ പാവം എല്ലാം എന്തുവാണ് കുറച്ച് വെള്ളം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് ഓർത്തായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ചെടിക്കൊക്കെ നമ്മൾ 3 ബാൽക്കണിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ 2 ഓംലേറ്റ് ഉണ്ടാക്കി റിക്സൻ ചേട്ടന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓംലേറ്റ് ഒന്നും കഴിക്കത്തൊന്നുമില്ല ഇത്രയും രാവിലെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.